വെറും 5000 രൂപയ്ക്ക് ഒരു കിടിലൻ യാത്ര പോയാലോ? നമ്മളെ വീഡിയോ ഇന്നത്തെ അതാണ്. നമ്മൾ 5 പേര്, എൻ്റെ സുഹൃത്തുക്കൾ 5 പേരടങ്ങുന്ന ഒരു കിടിലൻ യാത്ര പോയി. ആനയും മയിലും മാനും എല്ലാവിധ കാട്ടുപോത്തിനെയും കണ്ടിട്ട് ഒരു സൂപ്പർ ട്രിപ്പ്. നമ്മൾ ഏതാണ്ട് 3 സ്റ്റേറ്റുകളിലൂടെയാണ് നമ്മൾ കടന്നു പോയത്. അവിടുത്തെ ഫുഡും എല്ലാം കൊണ്ട് ഒരു കിടിലൻ ട്രിപ്പായിരുന്നു. ഇതിനെക്കുറിച്ചാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. നേരെ പോകുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ്. പെരിന്തൽമണ്ണ ശേഷം അവിടുന്ന് കിടിലൊരു അവിൽ മിൽക്ക് ഉണ്ട്. അത് കഴിച്ച ശേഷമാണ് നമ്മളെ യാത്ര ആരംഭിക്കുക. ഇവിടുത്തെ അവിൽ മിൽക്കാണ് ഒരു രക്ഷയിലെ വെറൈറ്റി ആയിട്ടാണ്. വെറും 20-25 രൂപയ്ക്ക് അവിൽ മിൽക്ക് കിട്ടും. നമ്മൾ ബൂസ്റ്റ് അവിൽ മിൽക്ക്, സാധാ അവിൽ മിൽക്ക്, പല വെറൈറ്റി അവിൽ മിൽക്ക്. അത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അവിൽ മിൽക്ക് കഴിച്ചൊന്ന് ഉഷാറായ ശേഷം നേരെ പോകുന്നത് സുൽത്താൻ ബത്തേരിയിലേക്കാണ് ആദ്യം പോകുന്നത്. സുൽത്താൻ ബത്തേരിയിൽ പോയ ശേഷം അവിടെ മുത്തങ്ങ ഫോറസ്റ്റ് കണ്ട ശേഷമാണ് നേരെ നമ്മൾ ഗുണ്ടൽപേട്ടയിലേക്കാണ് പോകുന്നത്. നമ്മൾ മുത്തങ്ങ പോകുമ്പോൾ ആ ഭാഗത്ത് തന്നെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് ഒരു 6 മണിക്ക് ശേഷം കടത്തി വിടുന്നുള്ളൂ. അപ്പോൾ നേരെ പോകുന്നത് ഇനി ഗുണ്ടൽപേട്ടയ്ക്കാണ്. ഗുണ്ടൽപേട്ട ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് സൂര്യകാന്തി ചെടികളാണ്. സൂര്യകാന്തി അത് കണ്ട് അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത ശേഷമാണ് നമ്മളെ യാത്ര. നമ്മൾ ഏകദേശം ഒരു സീസൺ ടൈമിലൊക്കെയാണ് നന്നായിട്ട് സൂര്യകാന്തി ഒക്കെ നിറഞ്ഞിരിക്കണമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ വലിയ സീസണൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് സൂര്യകാന്തി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ദോശയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സാധാരണ നമ്മളെ മലയാളിൽ ഒരു ഹോട്ടൽ തന്നെയും കിട്ടിയത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ദോശ കഴിച്ച ശേഷം ഏകദേശം 350 രൂപ ബില്ലാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇവിടുന്ന് ദോശ കഴിച്ച് നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. യാത്ര പോകുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ മാനുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളെ യാത്ര ഇനി നേരെ പോകുന്നത് ബന്ദിപ്പൂരാണ്. ബന്ദിപ്പൂര് ശേഷം അവിടുന്ന് മുതമല. അങ്ങനെ ഒരു 3 സ്റ്റേറ്റുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതായത് കർണാടക, തമിഴ്നാട്, കേരളം ഇതുവഴിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ യാത്ര ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഇവിടുത്തെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് മൃഗങ്ങളൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റും. വളരെ കുറഞ്ഞ ചിലവിൽ കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ആനയെ കണ്ടിട്ടുണ്ട്. നമ്മൾ ആനയെ കാണാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നത്തിലായി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആനയും കണ്ടിട്ടുണ്ട്. ആന എല്ലാം ഒരുവിധം മൃഗങ്ങളെ നമുക്ക് ഈ കാട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കാണാൻ സാധിക്കും. പ്രകൃതി ഭംഗിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കർണാടകയിലൊക്കെ എത്തി. കർണാടകയുടെ ഒരു ടൈഗർ റിസർവാണിത്. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ യാത്ര കഴിഞ്ഞ് നേരെ ഇനി പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാട്ടിലെ യാത്രയാണ് ഒരു രക്ഷയില്ലത്. ഇവിടുത്തെ പ്രകൃതി ഭംഗിയാണ് ഒരു രക്ഷയില്ല. ബൈക്കിലൊക്കെ പോകുന്നവരൊക്കെ വളരെ അടിപൊളിയായിരിക്കും. ഇവിടുത്തെ പ്രകൃതി ഭംഗി തന്നെ സൂപ്പറാണ്. നമ്മുടെ യാത്ര ഇനി എത്തിപ്പോകുന്നത് മസനഗുഡിയിലേക്കാണ്. നമ്മളെല്ലാവരും റീൽസിലും എല്ലാത്തിലും ഹിറ്റായ സംഭവമാണ് മസനഗുഡി വഴി ഊട്ടി എന്നുള്ളത്. മസനഗുഡി നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പ്രകൃതി ഭംഗി ഇത്രയും അടിപൊളി ഒരു സ്ഥലം വേറെ ഇല്ല. തീർച്ചയായും നിങ്ങൾ കാണും. ഇവിടുന്ന് നമ്മൾ കാട്ടുപോത്തിനെയും അങ്ങനെ പല മൃഗങ്ങളെയും നിങ്ങൾക്ക് ഈസി കാണാൻ സാധിക്കും. മാനിനെ കാണാൻ പിന്നെ ഇഷ്ടം പോലെ മാനാണ്. ഇത് നിങ്ങൾ ഇപ്പോൾ തന്നെ കാണുന്നില്ല. ഇതാണ് മാനുകൾ. ഒരുപാട് മാനും പിന്നെ അതുപോലെ കടുവ. നിങ്ങൾക്ക് പുലിനൊക്കെ കാണാൻ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. തീർച്ചയായും നിങ്ങൾ പോകേണ്ട ഒരു വഴിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും. ഞാൻ ഇവിടുന്ന് നല്ലൊരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളെ തമിഴ്നാട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു എലിഫൻറ്റിൻ്റെ ക്യാമ്പുണ്ട്. ഇവിടെ ഏകദേശം ഒരു 9 മണിക്ക് മുന്നേ എത്തിയാൽ മാത്രമേ ഇതിലോട്ട് കയറാൻ സാധിക്കുള്ളൂ. നമ്മൾ കുറച്ച് വൈകിയത് കൊണ്ട് എന്നോട് അകത്തേക്ക് കയറാൻ സാധിച്ചില്ല. വളരെ ചിലവ് കുറഞ്ഞുകൊണ്ട് രാത്രി പോയി ഏകദേശം പിറ്റേ ദിവസം രാത്രി തിരിച്ചെത്തുന്ന രീതിയിൽ ഒരു 5000 രൂപക്കാണ് ഞങ്ങൾ 5 പേരടങ്ങുന്ന പേർ പോയത്. ഇത് നമ്മൾ മസനഗുഡിയുള്ള ഒരു ഗ്രാമമാണ്. ഇതാണ് മോയാർ ഗ്രാമം. ഇവിടെ ഉള്ളിലോട്ട് നമ്മൾ കുറച്ചൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 5000 രൂപയ്ക്കാണ് ഏകദേശം 2500 രൂപയോളം പെട്രോൾ അടിച്ചിട്ടുണ്ട്. അതിന് പെട്രോൾ അതുപോലെ ഫുഡ് എക്സ്പെൻസ് എല്ലാം കൂടിയാണ് നമുക്ക് 5000 രൂപ ചിലവ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട്. ഈ ഗ്രാമത്തിൽ പ്രത്യേകിച്ച് തന്നെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. ഇവിടെ ഒരു പ്രധാനമായിട്ടൊരു ഡാമാണ് ഉണ്ടായിരുന്നത്. ഡാമിൽ വെച്ചാൽ വെള്ളം ഉണ്ടായിരുന്നില്ല. അതാണ് നമ്മളെ അവസ്ഥ. എന്നിരുന്നാലും നമ്മൾ ഈ ഉൾഗ്രാമങ്ങളൊക്കെ കാണാനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ പോകാവുന്നതാണ്. ഇത് നമ്മൾ മസനഗുഡിയിൽ നിന്നാണ് യാത്ര. മസനഗുഡിയിൽ വഴിയിന് ശേഷം നേരെ നമുക്ക് ഊട്ടിയിലോട്ട് പോകാം. പക്ഷേ ഞങ്ങൾ ഊട്ടിയിലോട്ട് പോകാതെ ഊട്ടിയിൽ ഒരുപാട് പോയതുകൊണ്ട് തന്നെ ഗൂഡല്ലൂർ വഴി ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഈ എല്ലാ ഫോറസ്റ്റിലൂടെ കടന്നു പോകുന്ന ഈ യാത്ര നിങ്ങൾ മനോഹരമായി കണ്ടാണ്. നമ്മൾ പോകുന്ന വഴിക്ക് കാട്ടുപോത്തിനുണ്ട്. കാട്ടുപോത്തിനെ കണ്ടത് നമ്മൾ മസനഗുഡിയിൽ നിന്നാണ്. മസനഗുഡിയിലെ യാത്ര രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല മസനഗുഡി. ഇത് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയ ഹോട്ടലാണ്. ഏകദേശം 170 രൂപ ബിരിയാണി റേറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു. നമ്മൾ ഗൂഡല്ലൂർ വഴി വരുമ്പോഴാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. ഒരു കിടിലൻ ബിരിയാണിയാണ് ആയിരുന്നത്.
ഗൂഡല്ലൂർ വഴി വരുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ കാപ്പിത്തോട്ടമൊക്കെ കണ്ട് നമുക്ക് യാത്ര തിരിക്കാം. ബിരിയാണി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അതേ ബിരിയാണി ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും യാത്ര പോവുക. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കുറഞ്ഞ ചിലവ് യാത്ര ചെയ്യാൻ പറ്റുന്ന കിടിലൻ റൂട്ടാണ് ഞാൻ കാണിച്ചു തന്നത്.